സിനിമയാണ് ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സിനിമയിൽ പാട്ട് കമ്പോസ് ചെയ്യൽ, ഇപ്പോൾ റൈറ്റർ, ആക്ടർ ഒക്കെ. ഇനി അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പരിപാടി എന്താണെങ്കിൽ ബാക്കി ഒരു 1-2 ഏരിയക്കല്ലേ ഉള്ളൂ. അതാ ചോദിച്ചത്. വേണ്ട, ഞാനിപ്പോ ഉള്ള വെച്ച് കഞ്ഞി സിനിമ അങ്ങനെയല്ല. എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ചടങ്ങാ, ഭയങ്കര പാടുപിടിച്ച സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ ഇദ്ദേഹത്തിന് മറ്റു സമയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ അത് സംഭവിക്കും. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കാതെയാണല്ലോ ഞാൻ നടനായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനെന്ത് ചെയ്തു എന്നുള്ളതിനെക്കാട്ടും സിനിമയാണ് എനിക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ആ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം സത്യം പറഞ്ഞാൽ അടുത്ത എനിക്കൊരു പണിയില്ല, പ്രൊജക്റ്റ് ഇല്ല, എൻ്റെ മുമ്പിലൊരു പ്രൊജക്റ്റ് പോലും ഇല്ല. കാരണം ഞാൻ ലിറ്ററലി വെയിറ്റിംഗ് ഫോർ വിശേഷം ടു ഹാപ്പൻ. വിശേഷം കഴിഞ്ഞിട്ട് എന്താണ് സംഭവം, പുതിയ ഒരു അധ്യായമാണ് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. വിശേഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു കംപ്ലീറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയി നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഇത് വിശേഷം കഴിഞ്ഞു, പിന്നെ ഒരുപാട് സിനിമകൾ സംഭവിച്ചു ആസ് എൻ ആക്ടർ. ഓക്കെ, അങ്ങനെ സംഭവിച്ചൊരു 10 വർഷത്തിനപ്പുറം നമ്മൾ വീണ്ടും ഇതുപോലൊരു ഇന്റർവ്യൂവിന് ഇരിക്കാന്ന് വെക്കും. അന്ന് ഞാൻ വിശേഷത്തിന്റെ ഏതെങ്കിലും ഒരു ഭയങ്കര രസമുള്ളൊരു മൊമെന്റ് ചോദിച്ചാൽ അത്രയും പ്രഷ്യസ് ആയിട്ട് പറയുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും? പടത്തിന്റെ അവസാനത്തെ ദിവസത്തെ ഷോട്ട് എൻ്റെ ആയിരുന്നു. അതായിരിക്കും അതല്ല ഷൂട്ട് ചെയ്ത ഇത്. അത് പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഒറ്റ തവണ കൊണ്ട് ഒരു ടേക്ക് കൊണ്ട് നമുക്ക് തീർക്കണമായിരുന്നു അത്. പക്ഷെ അതിന്റെ സന്നാഹങ്ങൾ ഭയങ്കരമായിരുന്നു. മഴയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ടേക്കിൽ തീർക്കണം. കാരണം അത് മഴയുള്ളതുകൊണ്ട് തന്നെ മണ്ണ് നനയാൻ, പിന്നെ രണ്ടാമത് നനയ്ക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വെച്ച് ഒറ്റ ഷോട്ടിൽ തീർക്കണം. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനാണ്. ഞാൻ കുറേ നേരം ആ സീൻ ക്യാരി ചെയ്തിട്ടാണ് പോയി ചെയ്തത്. പല എക്യുപ്മെന്റ്സിന്റെ മൂവ്മെന്റ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഇതെല്ലാം കൂടെ പറഞ്ഞു എല്ലാവരുടെയും ഒരു പല എക്യുപ്മെന്റ്സിന്റെ മൂവ്മെന്റ് ഉണ്ട്. സിങ്കർണൈസേഷൻ വേണ്ട ഒരു ഇതാണ്. അത് ഞാൻ മാത്രം പോരാ, ഞാൻ അഭിനയിച്ചാൽ മാത്രം പോരാ. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് എല്ലാവരും ഞങ്ങൾ ഒരേ സിംഗിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഷോട്ട് ഭംഗിയായിട്ട് സംഭവിക്കുള്ളൂ. അതും രാത്രി അവസാനത്തെ ഷോട്ടാണത്. ആ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു ഷൂട്ട്. അപ്പം ഇതിനു വേണ്ടി രണ്ടാമത് പോകാന്നൊക്കെ പറയുന്നത് സാഹസമാണ്. അപ്പോൾ അത് തീർക്കാൻ പറ്റുക എന്നുള്ളതിനെക്കാട്ടും ഒരു ആ സീൻ നന്നായി ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എനിക്ക് തോന്നുന്നു സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഇതിലേക്ക് വന്നൊരു ഷോട്ടാണ്. അത് ഞാൻ എല്ലാ കാലത്തും ഓർക്കും. ഇനി എന്ത് ചോദിച്ചാലും ഓർക്കുന്നത്. ആസ് എന്താ പറയുക, ഡെബ്യൂ ആക്ടർ, അത് ഭയങ്കര പ്രഷറല്ലേ അങ്ങനത്തെ ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത്, ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞ പേടി അങ്ങനെയൊന്നും എനിക്ക് ഇല്ല. കാരണം അത് ഞാൻ പറയാം, എനിക്കിന് ബോധമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, പേടിയില്ല എന്ന് പറയും. അപ്പോൾ അല്ല, ബോധം എന്ന് പറയുന്ന സാധനം വേണമല്ലോ ഒരു കാര്യത്തിനെ കുറിച്ച്, ആകുലത അങ്ങനെ ഇല്ല. പക്ഷേ അത് അത്തരത്തിൽ ഗുണം ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. നമുക്കത് നന്നായി ഡെലിവറി ചെയ്യുക എന്നുള്ളത് മാത്രമേ തോട്ട് പ്രോസസ്സിലുള്ളൂ. അപ്പോൾ അത് മാക്സിമം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന സന്തോഷമുണ്ട്. ഈ പ്രോസസ്സ്, അഭിനയിക്കുന്ന പ്രോസസ്സ്, ഞാൻ ആദ്യത്തെ 3-4 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യുന്നത്, ശരിയാണോ എന്നൊക്കെ ആകുലപ്പെട്ടെങ്കിലും ഇപ്പം ഞാൻ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് അഭിനയം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത്, ഇവരൊക്കെ അതിലേക്ക് എന്നെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യമാണ്. എത്ര പേരാണ് അഭിനയിക്കാനൊരു ചാൻസ് നോക്കിയിട്ട് പുറത്ത് വെക്കുന്നത്. ഇതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷത്തിൻ്റെ ഒരു വലിയ ഗുണം ഞാൻ കാണുന്നത്, എല്ലാ കോ ആർട്ടിസ്റ്റുകളും ആസ് എ നായകൻ ആനന്ദിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കോമ്പിനേഷൻ സീക്വൻസ് അല്ലേ, ഒരാളല്ലെങ്കിൽ അടുത്തയാളായിട്ട് എപ്പോഴും കോമ്പിനേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ബൈചേട്ടൻ, അല്ലെങ്കിൽ ചിന്നു, അല്ലെങ്കിൽ മാഷ്, ചേച്ചി, അതെല്ലാം നല്ല എക്സ്പീരിയൻസ്. കാരണം ഇവരുടെ ഒരു എക്സ്പീരിയൻസും സപ്പോർട്ട് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ നമ്മുടെ സിനിമയുടെ ഷൂട്ടിനിടയിൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരവസ്ഥ കണ്ടിട്ടില്ല.
കാരണം വളരെ കാം ആൻഡ് ക്വയറ്റ് പരിപാടിയിൽ നമ്മൾ ഷൂട്ട് തീർത്തു. ഈവൻ പ്രൊഡക്ഷൻ നമ്മൾ തന്നെയാണ്, നമുക്ക് അതിൻ്റെ ടെൻഷനും പക്ഷെ അതൊന്നും നമുക്ക് എങ്ങും ഒന്നും ബാധിച്ചിട്ടില്ല. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എനിക്ക് ഇവരോട് ആരോട് വേണമെങ്കിലും എൻ്റെ കൺസേൺസ് പറയാം. ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിയായോ എനിക്ക് ഇപ്പോൾ ഷൈനി ചേച്ചി ആണെങ്കിലും മാഷാണെങ്കിലും ബൈച്ചേട്ടനാണെങ്കിലും ഇവർ ചെയ്ത് ഇതുള്ളതുകൊണ്ട് തഴമ്പിച്ചിരിക്കുന്ന ആൾക്കാർ, അവരോട് പോയി പറയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് തരുന്നത്. ചിന്നുവിനോട് ഓരോരുത്തരും ഓരോ രീതികളാണ് ഇവർക്ക് എല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾ കിറ്റ് ഇല്ലാതെ മറ്റേ പണിക്കിറങ്ങിയ ആളുടെ പോലെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ അങ്ങനെ ഒരു ടൂൾ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ടൂൾ ഉണ്ടല്ലേ, ഇങ്ങനെ മനസ്സിലാക്കി. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അതായത് ഒരു നടൻ രൂപപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര രസമുള്ളൊരു, നിങ്ങളാണ് ആ പസിലിന്റെ ഓരോരോ കഷ്ണങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ഭാവിയിലെ ആക്ടറിന്റെ രൂപപ്പെട്ട് വരികയല്ലേ. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്ത കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഞാനും ആനന്ദുമായിട്ട് കോമ്പിനേഷൻ. അപ്പോൾ കുറേ സാധനങ്ങൾ സൂരജ് വിട്ടു തന്നു. ഒരു ആക്ടറെ സംബന്ധിച്ച് ബൈച്ചേണ ചെയ്തു എന്നുള്ള ഒരു പറയുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു സ്കൂട്ടറിന് പോകുന്ന ഇതുണ്ട്, തൃപ്പൂണിത്തുറ സിറ്റി ഫുൾ നമ്മൾ സ്കൂട്ടറിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു പലചരക്ക് കടയുടെ ഓണറാണ്. അപ്പോൾ സ്കൂട്ടറിന് പുള്ളീനെയും കൊണ്ടുപോകും. പുള്ളി ഭയങ്കര സെൻറ്റി അടിച്ച് ഭയങ്കര, അത് പടം കാണുമ്പോൾ അറിയാം, ഭയങ്കര രസമുള്ള സാധനം. പുള്ളി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഞാൻ പോണ വഴി ആൾക്കാരുടെ പാലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടോ കൊണ്ടുപോയി ഇവർ ക്യാമറ ഷൂട്ട് ചെയ്ത് പോവുക. ഫുൾ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്. അതുപോലെ വലിയൊരു പടത്തിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വെല്ലുവിളിയായിട്ട് തോന്നിയൊരു സീനുണ്ട്. അതൊരു ഭയങ്കര ഒരു ചേട്ടൻ അനുജനെ ആശ്വസിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് ഒരു ബെസ്റ്റ് സ്ഥലം കണ്ടു, അവിടെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. ഫുൾ തൃപ്പൂണിത്തുറയുടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്ന് നിൽക്കുന്ന സ്ഥലം. സെൻറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അവിടെ കുറേ കോളേജ് ഫ്രണ്ട്സ് പിള്ളേർ ഇഷ്ടംമാരെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇതിൽ. അപ്പോൾ ഇവർ തമാശയാണെങ്കിൽ പറയുമ്പോൾ പോലും ഞങ്ങൾക്കത് പെർഫോം ചെയ്യുന്ന സാധനം ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ടും അത് ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ഫസ്റ്റ് ടേക്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു നന്മ, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഇത് അങ്ങനെ പറയാമല്ലോ എല്ലാത്തിലും. അങ്ങനെ അത് വിശേഷത്തിലുണ്ട്, 100% ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഈ നിമിഷം വരെ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഞാൻ ട്രailer കണ്ടപ്പോഴും സത്യം പറയാം, ഞാൻ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളാണ് ഈ സിനിമ. പാട്ടാണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ സാധാരണ അടിപൊളിയാന്ന് പറയും. ഞാൻ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ടാണ് സൂരജിനോട് പറഞ്ഞത്, ഗംഭീരം സൂരജ് എന്ന് പറഞ്ഞത്. അത് ഞാൻ വീണ്ടും പറയാം. അത് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസ് ആ ഒരു ഇത് ഞങ്ങളെ എന്താ പറയുക, ഈ സിനിമയെ ഇനി വരാൻ പോകുന്ന സിനിമയെ ഒന്നങ്ങ് പൊക്കി വിട്ടാൽ എല്ലാവരും രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. അതെ, താങ്ക് യു.